4 ഇയർ ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറയുന്ന BBAയുടെ മേജറായിട്ടും മൈനറായിട്ടും വരുന്ന പേപ്പറിൽ 2024 ചോദിച്ചിട്ടുള്ള ചില പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഇതാണ്: ദി ഫോളോയിങ് ആർ ദി അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു മിസ്റ്റർ സീഷൻസ് ബിസിനസ്. യൂസ് ദി അക്കൗണ്ടിംഗ് ഇക്വേഷൻ ടു ഷോ ദെയർ എഫക്റ്റ് ഓൺ ഹിസ് അസറ്റ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഒന്നാമത് എന്താണ്? കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ഓഫ് ₹50,000. സെക്കൻഡ് വൺ, ബോട്ട് മെഷീനറി ഫോർ ക്യാഷ് ₹10,000. തേർഡ് വൺ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹15,000. Fourth one, purchased goods from Rahul on credit ₹5,000. The next one, sold goods for cash ₹10,000. The next, withdraw for personal use ₹1,000. ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് അക്കൗണ്ടിങ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ജസ്റ്റ് നമ്മൾ പെർട്ടിക്കുലേഴ്സ് അസറ്റ് ഈസിക്കൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഇക്വേഷൻസ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസ് എടുക്കുന്നു. ഒന്നാമത്തത് കമൻസ്ഡ് ബിസിനസ് ആണ്. അപ്പോൾ അവിടെ വരുന്നത് ക്യാഷും അതേപോലെ ക്യാപിറ്റലുമാണ് വരുന്നത്. ഇനി ബോട്ട് മെഷീനറി എന്ന് പറയുമ്പോൾ മെഷീനറിയും അതേപോലെ തന്നെ എന്തുമാണ് വരുന്നത്? ക്യാഷുമാണ് വരുന്നത്. ഇപ്പോൾ മെഷീനറി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഇക്വേഷനിൽ കാണിക്കുന്നു. അതേപോലെ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആകുമ്പോൾ അവിടെ വരുന്നത് ഏതൊക്കെയാണ്? ക്യാഷ് എന്ന് പറയുന്ന റേറ്റും ഗുഡ്സുമാണ് വരുന്നത്, സ്റ്റോക്ക്. ദെൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാഹുൽ, അപ്പോൾ അവിടെ സ്റ്റോക്കും അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സുമാണ് വരുന്നത്. ദെൻ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്? ക്യാഷും സ്റ്റോക്കുമാണ് വരുന്നത്. ഇനി വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് എന്ന് പറയുമ്പോൾ ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഐറ്റം, അതായത് ക്യാപിറ്റൽ വരുന്നതാണ്, അതേപോലെ അത് ക്യാഷിലുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ട്രാൻസാക്ഷൻ എഫക്റ്റ് വരുന്നത്. അപ്പോൾ ഓരോന്നിനെയും നമ്മൾ കാണിക്കുന്ന സമയത്ത് അതിൻ്റെ അസറ്റ് ഏതൊക്കെയാണെന്ന് കാണിക്കുന്നു ഇൻഡിവിജ്വലി, അതേപോലെ ലയബിലിറ്റിയും ഇൻഡിവിജ്വലി മേലെ കൊടുത്തതാണ്. ഇപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കുന്നു, കമൻസ്ഡ് ബിസിനസ് എന്നുള്ളതാണ് ഒന്നാമത്തെ ട്രാൻസാക്ഷൻ. അപ്പോൾ അവിടെ വരുന്ന ഏതൊക്കെയാണ്? ക്യാപിറ്റലും ക്യാഷുമാണ്. ക്യാഷ് ഇൻക്രീസ് ചെയ്യും, എത്രയാ? പ്ലസ് 50,000 ക്യാഷിൽ വരും. അതേപോലെ തന്നെ ക്യാപിറ്റലിലും പ്ലസ് 50,000 വരും. ഓക്കെ, ഇനി രണ്ടാമത് ബോട്ട് മെഷീനറി ആണ്. മെഷീനറി വാങ്ങിക്കുന്ന സമയത്ത് എന്താണ്? മെഷീനറി വാങ്ങിക്കുന്ന സമയത്ത് മെഷീനറി നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്നു. അപ്പോൾ മെഷീനറി എന്നതിൽ 10,000 ഇൻക്രീസ് ആവും. അതേപോലെ ക്യാഷ് നിന്ന് 10,000 കുറയും, കാരണം 10,000 നമ്മൾ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. ഇപ്പോൾ പുതിയ ഇക്വേഷൻ എങ്ങനെ വരും? ക്യാഷിൽ നിന്ന് 50,000 നിന്ന് 10,000 കുറച്ച് 40,000 വരും. മെഷീനറിയിൽ 10,000, സ്റ്റോക്കിൽ നിലവിലില്ല, ക്രെഡിറ്റേഴ്സിലും ഇല്ല, ക്യാപിറ്റലിൽ 50,000 എന്നുള്ള രൂപത്തിൽ, അതായത് 40,000 പ്ലസ് 10,000 ഈസ് ഈക്വൽ ടു 50,000 എന്ന് വരും. 50,000 ഈസ് ഈക്വൽ ടു 50,000 വരും. ഇനി പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ്. അപ്പോൾ ഇവിടെ ക്യാഷിൽ നിന്ന് 15,000 കുറയും, 15,000-നാണ് വാങ്ങിക്കുന്നത്. അതേപോലെ സ്റ്റോക്കിൽ 15,000 കൂടുന്നു. അപ്പോൾ ന്യൂ ഇക്വേഷൻ എങ്ങനെ വരും? 40,000 15,000 കുറച്ച് കഴിഞ്ഞാൽ 25,000. ദെൻ മെഷീനറിയിൽ 10,000 ഇറക്കിയിടുന്നു. അതേപോലെ തന്നെ സ്റ്റോക്കിൽ 15,000 വരും, ക്യാപിറ്റലിൽ 50,000. നെക്സ്റ്റ് വരുന്ന പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാഹുൽ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ രാഹുലിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. രാഹുൽ എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് ആണ്. ഗുഡ്സിൽ 5,000 കൂടുന്നു, 5,000 ആണ് വരുന്നത്. അതേപോലെ ക്രെഡിറ്റേഴ്സിലും 5,000 കൂടും. അപ്പോൾ 25,000 പ്ലസ് 10,000 പ്ലസ് 15,000 പ്ലസ് 5,000 20,000. ദെൻ ഇവിടെ എന്ത് വരും? 50,000 പ്ലസ് 5,000 പ്ലസ് 50,000 എന്ന് വരും. ഇനി അടുത്ത സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ്. അപ്പോൾ ക്യാഷിന് വിറ്റാൽ ക്യാഷിൽ 10,000 കൂടുന്നു, 10,000-നാണ് വിൽക്കുന്നത്. അതേപോലെ സ്റ്റോക്കിൽ നിന്ന് 10,000 കുറയുന്നു. അപ്പോൾ ഇവിടെ 35,000 എന്നാകും, ഇവിടെ 10,000, ഇവിടെ 10,000, 20,000 10,000 കുറഞ്ഞാൽ 10,000 ആവും, ഈസിക്കൽ 50,000. ഇനി വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് ആണ്. അപ്പോൾ ഇവിടെ 35,000 ആണ് വിഡ്രോ ചെയ്യുന്നത്. 35,000 നിന്നും 1,000 കുറയുന്നു. അതേപോലെ തന്നെ ക്യാപിറ്റലിൽ നിന്നും എന്ത് ചെയ്യും? 1,000 കുറയും. അപ്പോൾ ഇവിടെ 34,000, 10,000 പ്ലസ് 10,000, ഇവിടെ 5,000 പ്ലസ് 49,000 എന്നുള്ള രൂപത്തിൽ വരും. അപ്പോൾ 54,000 ഈസ് ഈക്വൽ ടു 54,000 എന്ന് അവസാനം ഇക്വേഷൻ വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ക്ലാസിഫൈ ദി ഫോളോയിങ് ഐറ്റംസ് ഇൻ ടു ഡയറക്റ്റ് എക്സ്പെൻസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇതിൽ റെൻറ്റ്, ഫാക്ടറി വേജസ്, പ്രിൻറ്റിങ്ങിന് സ്റ്റേഷനറി, കേരേജ് ഇൻവേർഡ്, അതേപോലെ ജനറൽ എക്സ്പെൻസ്, കേരേജ് ഔട്ട്വേർഡ്, ദെൻ അഡ്വർടൈസ്മെൻറ്റ്, ഫ്രൈറ്റ്, കാർട്ടേജ്, കസ്റ്റം ഡ്യൂട്ടി, ഇൻഷുറൻസ്, സാലറി, ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഫാക്ടറി വേജസ്, അതേപോലെ കേരേജ് ഇൻവേർഡ്, ദെൻ നെക്സ്റ്റ് വരുന്നത് ഫ്രൈറ്റ്, അതേപോലെ കാർട്ടേജ്, കസ്റ്റം ഡ്യൂട്ടി, ഇത്രയും ഐറ്റംസ് എന്താണ്? ഇത്രയും ഐറ്റംസ് ഡയറക്റ്റ് എക്സ്പെൻസിൽ വരുന്നതാണ്. ഓക്കെ, ഫാക്ടറി വേജസ്, കേരേജ് ഇൻവേർഡ്, ഫ്രൈറ്റ്, കാർട്ടേജ്, കസ്റ്റം ഡ്യൂട്ടി.
ദെൻ ബാക്കി വരുന്ന റെൻറ്റ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ജനറൽ എക്സ്പെൻസ്, കാരേജ് ഔട്ട്വേർഡ്, അതേപോലെ അഡ്വർടൈസ്മെൻറ്റ്, ഇൻഷുറൻസ്, സാലറി, ഇതൊക്കെ എന്താണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ജേർണലൈസ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ എന്നുള്ളതാണ് ചോദിച്ചത്. June 1st commenced business with cash rupees 60,000. June 4 purchased furniture for rupees 7,000. Then 9 sold goods for 8,000. Then 15 bought goods from Melby for 20,000. 17 sold goods to Sindhu for cash 7,000. 20 sold goods to Anaga rupees 9,000. 22 paid Melby cash 5,000. 23 received commission 2,000. 25 received cash from Anaga 2,500. Then 26 paid insurance 500. Then 26 again paid rent 1,000. ഇത്രയുമാണ് തന്നത്. അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രീസ് ജസ്റ്റ് നോക്കാം. ഒന്നാമത്തെ വരിക ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ എന്നുള്ളതാണ്. എത്രയാണ് എമൗണ്ട്? 60,000. രണ്ടാമത്തത് പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ആണ്, 9,000. മൂന്നാമത് ഫർണിച്ചർ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് 7,000. ദെൻ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് ആണ് 8,000. അടുത്ത പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു മെൽബി 20,000. അടുത്ത ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് 7,000. ദെൻ നെക്സ്റ്റ് വരുന്നത് അനഗ ടു സെയിൽസ് ആണ്. സോൾഡ് ഗുഡ്സ് ടു അനഗ ആയിരുന്നു. അനഗ അക്കൗണ്ട് ടു സെയിൽസ് 9,000. ദെൻ മെൽബിക്ക് ക്യാഷ് കൊടുക്കുകയാണ്. അപ്പോൾ മെൽബി അക്കൗണ്ട് ടു ക്യാഷ് 5,000. ദെൻ കമ്മീഷൻ റിസീവ്ഡ് ആണ്. ക്യാഷ് അക്കൗണ്ട് ടു കമ്മീഷൻ 2,000. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്? അനഗ. നെക്സ്റ്റ് അനഗയിൽ നിന്നും ക്യാഷ് റിസീവ് ചെയ്യുകയാണ്. ക്യാഷ് അക്കൗണ്ട് ടു അനഗ 25,000. ദെൻ ഇൻഷുറൻസ് പെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് ടു ക്യാഷ് 500. ദെൻ അടുത്ത പെയ്ഡ് റെൻ്റ് ആണ്. റെൻ്റ് അക്കൗണ്ട് ടു ക്യാഷ് 1,000 എന്നുള്ള രൂപത്തിൽ വരും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇതിന് ജേണൽ എൻട്രീസ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ദി ഫോളോയിങ് ഈസ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഓഫ് ZMR ലിമിറ്റഡ് ഫോർ ദി ഇയർ എൻഡഡ് 31 March 2023 എന്നുള്ളതാണ് പറഞ്ഞത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടാണ് തന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 10 lakh. റവന്യൂ ഫ്രം ഓപ്പറേഷൻ തന്നിട്ടുണ്ട് 10 lakh. ദെൻ എക്സ്പെൻസ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമഡ് 50,000. പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് 5,000. 5 lakh. അതർ എക്സ്പെൻസ് 3 lakh. ടോട്ടൽ എക്സ്പെൻസ് 8,50,000. പ്രോഫിറ്റ് 1,50,000 ആണ് തന്നത്. എന്തൊക്കെയാണ്? ട്രേഡ് എക്സ്പെൻസസ് decreased by 30,000. Prepaid expense increased by 5,000. Trade payable increased by 15,000. Outstanding expense increased by 3,000. Other expense included depreciation 25,000. Compute cash flow from operating activities എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇതിനെ വരയ്ക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ അടുത്ത് എഴുതണം. 1,50,000 ആയിരുന്നു നെറ്റ് പ്രോഫിറ്റ്, അതിനടുത്ത് എഴുതുന്നു. ദെൻ ആഡ് നോൺ ക്യാഷ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഒന്നുമില്ല നമ്മുടെ ക്വസ്റ്റനിൽ. ദെൻ ലെസ് നോൺ ക്യാഷ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്, അതും ഒന്നുമില്ല. പിന്നീട് നമ്മൾ കിട്ടുന്ന എമൗണ്ട് എന്താണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ആണ്. അപ്പോൾ ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ, കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ, കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്യുന്നുണ്ടോ, കറണ്ട് ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ, കറണ്ട് ലാബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇപ്പോൾ ട്രേഡ് റിസീവബിൾ ഡിക്രീസ് ആണ് 30,000, അതിന് നമ്മൾ ആഡ് ചെയ്യുന്നു. അതേപോലെ ഇൻക്രീസ് ഇൻ കറണ്ട് ലാബിലിറ്റി ഉണ്ടെങ്കിലും ആഡ് ചെയ്യണം. ട്രേഡ് പേബിൾ ഇൻക്രീസ് ആണ് 15,000. അതേപോലെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും ഇൻക്രീസ് ആണ് 3,000. അപ്പോൾ ഇവിടെ 48,000 എന്ന് കിട്ടും. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1,98,000 എന്ന് കിട്ടും. ഇതിൻ്റെ ഓപ്പോസിറ്റ് ലെസ് ചെയ്യണം. ഇൻക്രീസിങ് കറണ്ട് അസറ്റ്, അതേപോലെ ഡിക്രീസിങ് കറണ്ട് ലാബിലിറ്റി. ഇൻക്രീസിങ് കറണ്ട് അസറ്റ് പ്രീപെയ്ഡ് എക്സ്പെൻസ് വരുന്നുണ്ട്, അതേപോലെ ഡിക്രീസിങ് കറണ്ട് ലാബിലിറ്റി ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ 5,000 ആണ് വരുന്നത്, അത് നമ്മൾ മൈനസ് ചെയ്യുന്നു. ഇപ്പോൾ 1,93,000 എന്ന് കിട്ടും. ഇൻകം ടാക്സ് ക്വസ്റ്റനിലില്ല. അപ്പോൾ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എത്ര കിട്ടും? 1,93,000 എന്ന് തന്നെ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫ്രം ദി ഫോളോയിങ് ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ക്വിക്ക് റേഷ്യോ എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ തന്നത്. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് 50,000, സൺഡ്രി ഡെപ്റ്റേഴ്സ് 80,000, സ്റ്റോക്ക് 1 lakh, ബിൽസ് റിസീവബിൾ 60,000, സൺഡ്രി ക്രെഡിറ്റേഴ്സ് 50,000, ബിൽസ് പേബിൾ 30,000, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 40,000, പ്രീപെയ്ഡ് എക്സ്പെൻസ് 10,000, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് 10,000, ക്യാഷ് ആൻഡ് അറ്റ് ബാങ്ക് 60,000, ഷോർട്ട് ടേം ലോണ് 70,000. ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ തന്നത്. അപ്പോൾ ഇവിടെ ക്വിക്ക് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ക്വിക്ക് റേഷ്യോ ഈസ് ഈക്വൽ ടു ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലാബിലിറ്റി ആണ്. അപ്പോൾ ക്വിക്ക് അസറ്റിൽ വരുന്ന
ഐറ്റംസ് ഏതൊക്കെയാണ്? പ്രീപെയ്ഡ് എക്സ്പെൻസ്, സ്റ്റോക്കും അല്ലാത്ത എല്ലാ കറണ്ട് അസറ്റുകളും വരും. അപ്പോൾ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, സൺഡ്രി ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് അറ്റ് ബാങ്ക്. ഇപ്പോൾ 50,000 പ്ലസ് 80,000 പ്ലസ് 60,000 പ്ലസ് 60,000 2,50,000 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി കറണ്ട് ലാബിലിറ്റി ഏതൊക്കെയാണ്? സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഷോർട്ട് ടേം ലോൺ. ഓക്കെ, ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 lakh എന്ന് കിട്ടും. ഇപ്പോൾ 2,50,000 ഡിവൈഡ് ബൈ 2 lakh കണ്ടു കഴിഞ്ഞാൽ 1.25:1 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ കിക്ക് റേഷ്യോ എന്താണ്? സാറ്റിസ്ഫാക്ടറി ആണ്. കാരണം 1:1 ആണ് കിക്ക് റേഷ്യോ എന്ന് പറയുന്നത്. അതിനേക്കാണ് കുറച്ച് കൂടുതലാണ് വരുന്നത്. ഇപ്പോൾ സാറ്റിസ്ഫാക്ടറി എന്നുള്ള നിലയ്ക്ക് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫ്രം ദി ഫോളോയിങ് ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് അക്കൗണ്ടും പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് അക്കൗണ്ട്, അതേപോലെ ബാലൻസ് ഷീറ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ക്വസ്റ്റ്യനിൽ തന്നത് സ്റ്റോക്ക് 20,000, ക്യാഷ് 5,000, ബാങ്ക് 10,000, carriage on purchase 1,500, പർച്ചേസ് 1,90,000, ഡ്രോയിങ്സ് 9,000, വേജസ് 55,000, മെഷീനറി 1 lakh, ഡെപ്റ്റേഴ്സ് 27,000, പോസ്റ്റേജ് 300, സൺഡ്രി എക്സ്പെൻസ് 1,700, റെൻറ്റ് 4,500, ദെൻ ഫർണിച്ചർ 35,000. ദെൻ നെക്സ്റ്റ് വന്നത് എന്താണ്? സെയിൽസ് 2,45,000, ക്രെഡിറ്റേഴ്സ് 10,000, ബിൽസ് പേബിൾ 4,000, ക്യാപിറ്റൽ 2 lakh. ക്ലോസിംഗ് സ്റ്റോക്ക് വന്നത് എത്രയാണ്? 8,000 ആണ്. ഇത്രയുമാണ് ക്വസ്റ്റനിൽ തന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റനിലുള്ളത് എത്രയാണ്? 20,000, പർച്ചേസ് 1,90,000 ആണ്, carriage on പർച്ചേസ് ഉണ്ട് 1,500, വേജസ് ഉണ്ട് 55,000. ഇപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നത്, അത് തന്നെ ക്രെഡിറ്റ് സൈഡിലും കാണിക്കുന്നു. അപ്പോൾ നമുക്ക് ബാലൻസ് കിട്ടും 13,500, ഗ്രോസ് ലോസ് എന്ന് പറഞ്ഞ് കിട്ടും. ഇതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തുന്നു പ്രോഫിറ്റ് അക്കൗണ്ടിലേക്ക് 13,500, ദെൻ പോസ്റ്റേജ് 300, റെൻറ്റ് 4,500, സൺഡ്രി എക്സ്പെൻസ് 1,700. ഇപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 20,000 എന്ന് കിട്ടും രണ്ട് സൈഡും. ഇപ്പോൾ നെറ്റ് ലോസ് ബൈ നെറ്റ് ലോസ് എന്ന് പറഞ്ഞ് 20,000 നെറ്റ് ലോസ് കിട്ടും. പിന്നെ നെക്സ്റ്റ് നമ്മൾ ബാലൻസ് ഷീറ്റ് വരക്കുന്നു. ബാലൻസ് ഷീറ്റിൽ 2 lakh ആണ് ക്യാപിറ്റൽ, അതിനെ എടുക്കുന്നു. നെറ്റ് ലോസ് എന്ന് പറയുമ്പോൾ അതിന് ലെസ് ചെയ്യണം, അതേപോലെ ഡ്രോയിങ്സും ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 1,71,000 കിട്ടും. ക്രെഡിറ്റേഴ്സ് ക്വസ്റ്റനിലുണ്ടായിരുന്നു 10,000, ബിൽസ് പേബിൾ 4,000. ഇനി അസറ്റുകൾ എടുത്തിരുന്നു. ക്യാഷ് 5,000, ബാങ്ക് 10,000, മെഷീനറി 1 lakh, ഡെപ്റ്റേഴ്സ് 27,000, ഫർണിച്ചർ 35,000, സ്റ്റോക്ക് 8,000. ഇപ്പോൾ രണ്ട് സൈഡ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ 1,85,000 നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.